വെൽക്കം ടു മല്ലു ക്യൂളർ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് വിങ്ങറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ബാഴ്സിൻ്റെ ലെഫ്റ്റ് വിങ് പൊസിഷനിലേക്ക് നമ്മൾ ഫേവറേറ്റ്സ് ആയിട്ട് കാണുന്ന 3 പേരുകളാണ്. ഒന്ന് ലൂയിസ് ഡിയാസ്, മറ്റൊന്ന് റാഫേൽ ലിയാവോ, പിന്നെ ഒന്ന് നിക്കോ വില്യംസ്. ഇപ്പോൾ നിക്കോ കഴിഞ്ഞ മാച്ചിലൊക്കെ പുറത്തെടുത്ത പെർഫോമൻസ് നമുക്കറിയാം. നിക്കോ ടോപ്പ് നോച്ച് ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റാഫേൽ ലിയാവോ, ലൂയിസ് ഡിയാസ്. അപ്പോൾ ഇതിൽ ഡെക്കോൻ്റെ ഫേവറേറ്റ് 2 കാൻഡിഡേറ്റ്സ് ആണ് റാഫേൽ ലിയാവോ ആൻഡ് ലൂയിസ് ഡിയാസ്. ആൻഡ് ലപ്പോർട്ടിൻ്റെ ഫേവറേറ്റ് കാൻഡിഡേറ്റ് ആണ് നമ്മുടെ നിക്കോ വില്യംസ്. അപ്പം നിക്കോനെ പുള്ള ഇത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് ഇനിയിപ്പം പുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലപ്പോർട്ടനെ കൊണ്ടേ നടക്കുള്ളൂ. എന്തായാലും ഡെക്കോനെ കൊണ്ട് കൂട്ടിയേ കൊള്ളൂല. ലപ്പോർട്ട് ഇടപെട്ടിട്ട് കൊണ്ടുവരലേ നടക്കുകയുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ആളുടെ ക്യാമ്പിൽ നിന്നൊക്കെ കേൾക്കുന്നത് ആൾ പ്രീമിയർ ലീഗാണ് പ്രിഫർ ചെയ്യാമെന്നാണ്. അത് തന്നെ ആഴ്സണലിന് ആളിൽ സ്ട്രോങ് ഇൻട്രസ്റ്റ് ഉണ്ട്, മറ്റ് ടീമുകളും ഇൻട്രസ്റ്റുമായിട്ട് മുന്നോട്ട് വരാം. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. സോ നിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായം പോലെയാണ്. വലിയ പ്രതീക്ഷ വെക്കേണ്ട കാര്യമില്ല. പിന്നുള്ളത് റാഫേൽ ലിയാവോ ആണ്. അപ്പോൾ റാഫേൽ ലിയാവോൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര വലിയ പ്രൈസ് AC മിലാൻ ചോദിക്കും. മിലാനാണെങ്കിൽ കുറച്ച് പൈസ ഒക്കെ കിട്ടിയിട്ട് ആവശ്യമുണ്ട്. അവർക്ക് എങ്ങനെയായാലും കുറച്ച് റീബിൽഡും കാര്യങ്ങളൊക്കെ അവിടെ നടത്താനായിട്ടുണ്ട്. അപ്പം വലിയ പ്രൈസാണ്. 100+, 120+, 140+ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഫൈനലി എത്ര ആവുമെന്നൊന്നും നമുക്കറിയില്ല. സോ വലിയ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ലൂയിസ് ഡിയാസിലേക്ക് വരുന്ന സമയത്ത് ആൾക്ക് അത്ര വലിയ ഫീ കൊടുക്കേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിവർപൂൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് 70 ഒക്കെ ആയിരിക്കും. 50 അബോ, ഒരു 60 ആ ലെവൽ, 50, 60, 70 ആ റേഞ്ച് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. 50ൻ്റെ മുകളിൽ ഒരു 75ൻ്റെ അടിയിൽ ആ റേഞ്ച് ആയിരിക്കും വരാം. പക്ഷെ അതിനുള്ള വെർത്ത് ആളുണ്ടോ എന്നുള്ള കാര്യമാണ് സംശയം. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ സമ്മറിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്ത് കേട്ട പ്ലെയർ എന്ന് പറയുന്നത് ലൂയിസ് ഡിയാസാണ്. കാരണം ആളുടെ ഏജൻറ്റിന് കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ആളെ ബാഴ്സയിലേക്ക് കൊണ്ടുവരാൻ. ലൂയിസ് ഡിയാസിൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ പോലെ തന്നെയാണ് ബാഴ്സ. സോ അങ്ങനത്തെ കാര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ബാഴ്സ തന്നെയാണ് ആളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. പ്ലസ് ഡെക്കോക്ക് ആൾ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതൊരു സ്ട്രോങ് പോസിബിലിറ്റിയാണ് ലൂയിസ് ഡിയാസ് ടു ബാഴ്സ എന്നുള്ളത്. അപ്പോൾ പല സമയത്തും നമ്മുടെ ബോർഡ് ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ഈ ലൂയിസ് ഡിയാസിന് വേണ്ടിയിട്ട് ഒരു 60-70 മില്യണൊക്കെ കൊടുത്ത് കാണിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എനിവേ ആൾ 60-70 ഒക്കെ ഉള്ളൊരു പ്ലെയറൊന്നുമില്ല. ആള് ഒരു 35-40 കിട്ടുകയാണെങ്കിൽ ഓക്കെ, ബാഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാത്ത ഡീലായിരിക്കും. പക്ഷേ 60-70 പോയി കഴിഞ്ഞാൽ ലൂയിസ് ഡിയാസ് ഒരു പ്രശ്നമായിരിക്കും. പിന്നെ അറിയാലോ, ആൾ അത്ര കൺസിസ്റ്റൻറ്റും കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ലെഫ്റ്റ് വിങ് പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റാഫേൽ ലിയാവോ, ലൂയിസ് ഡിയാസിൻ്റെ കൺസിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത്ര കൺസിസ്റ്റൻ്റ് അല്ല. പക്ഷേ സ്റ്റിൽ ബാഴ്സയിൽ ആൾ വന്നു കഴിഞ്ഞാൽ, ചെറിയ റേറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ ഡെലിവർ ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ആൾക്ക് ഭയങ്കര സാലറി ഡിമാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓൾറെഡി 55K ആൾ ലിവർപൂൾ ഏൺ ചെയ്യുന്നത്. അപ്പം ഒരു 150ൻ്റെ താഴെയല്ലേ പെർ വീക്ക് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പം ആൾ വലിയ വന്ന കുഴപ്പമില്ലാത്ത ഡീലായിരിക്കും. ആ ഒരു 35-40ൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു പൈസക്ക് വരികയാണെങ്കിൽ. പിന്നെ ലിയാവിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് ലിയോ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റാണ്. പ്ലസ് ആൾക്ക് തൊലിഞ്ഞ ആറ്റിറ്റ്യൂഡുണ്ട്. പക്ഷേ ആറ്റിറ്റ്യൂഡൊന്നും എങ്ങനെയായാലും ഫ്ലിക്കിൻ്റെ അണ്ടറിൽ വന്നാൽ നടക്കൂല. കാരണം അറിയാലോ, ഫ്ലിക്ക് പിടിച്ച് ബെഞ്ചിലിരുത്തും, അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞയക്കും, അണ്ടർ 18 പോയി കളിച്ചോന്ന് പറയും. അത് ഉണ്ടാവുള്ളൂ ഫ്ലിക്കിനോടൊക്കെ ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ. സോ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ലിയാവോ എനിക്കങ്ങനെ പറ്റുന്നില്ല ആളെ. ഒരു പക്ഷേ ഞാൻ ആളുടെ കുറേ ആറ്റിറ്റ്യൂഡൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടായിരിക്കും. ഞാൻ AC മിലാൻ്റെ കുറേ മാച്ചസ് ഫോളോ ചെയ്യാറുണ്ട്. പല മാച്ചിലും ആളുടെ തൊലിഞ്ഞ സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് ആളെ പെട്ടെന്ന് ബാഴ്സയിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അറിയാലോ, ആളുടെ ഫീസ്, ആളുടെ സാലറി ഡിമാൻഡ് ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റാഫേൽ ലിയാവോ കുറച്ച് വിട്ട് നിൽക്കുന്ന ഓപ്ഷനാണ്. പിന്നെ വേറെ ഒന്നെന്നുള്ളത് ട്രിങ്കാവോ ആണ്. ട്രിങ്കാവോൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ട്രിങ്കാവോ എനിക്ക് തോന്നുന്നൊരു 20-25 മില്യൺ അങ്ങനെ നമുക്കൊരു ബൈ ബാക്ക് ക്ലോസ് ഉണ്ട്. പക്ഷേ സ്പോർട്ടിങ് ആളെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രിങ്കാവോ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബൈ ബാക്ക് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്ലെയറെ മേടിക്കാൻ വേണ്ടി പറ്റില്ല. ട്രിങ്കാവോ ഇപ്പോൾ ലീഗിൽ നോക്കുകയാണെങ്കിൽ 10 ഗോളും 8 അസിസ്റ്റൊക്കെ നേടിയിട്ടുണ്ട്. ആൾ ടോപ്പ് ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ പൊസിഷൻ പ്യൂർ ലെഫ്റ്റ് വിങ്ങും ആണ്. പിന്നെ ഓൾറെഡി ബാഴ്സയിൽ ഉണ്ടായിരുന്ന പ്ലെയറാണ്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. പ്ലസ് നമുക്ക് ചെറിയ പൈസക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യമൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ട്രിങ്കാവോ ലോങ് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല ഓപ്ഷനാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ട്രിങ്കാവോനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ റാഞ്ചു എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ലൂയിസ് ഡിയാസിൻ്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് ആ ഒരു ഫീസ് നമ്മൾ കേൾക്കുന്ന പ്രകാരം 60 അബോവ് എന്തായാലും കൊടുക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. ലിയാവോൻ്റെ ഹൈ ഫീസാണ്, പ്ലസ് ആളുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ അതൊരു വിഷയമാണ്. നിക്കോ ആളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്താ പറയുക, പ്രീമിയർ ലീഗാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്.
സോ ലെറ്റ് സി നമ്മൾ ഫൈനലി ഏത് ലെഫ്റ്റ് വിങ്ങർ കൊണ്ടുവരും. എന്തായാലും നമുക്ക് ലെഫ്റ്റ് വിങ്ങർ വേണം, അല്ലാതെ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ലെഫ്റ്റ് വിങ്ങർ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കൂടെ കൂളായില്ലേ. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ റഫീഞ്ഞിനെയും കളിപ്പിക്കാം, ഈ പ്ലെയറും കളിപ്പിക്കാം. റൈറ്റിൽ റഫീഞ്ഞിനെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് റെസ്റ്റ് യമാലിന് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട് ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറേ യങ് പ്രൊഫൈൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ ആരെ കൊണ്ടുവരുന്നുള്ളത് കണ്ടറിയണം. ഒരു യങ് പ്രൊഫൈലിനെ വിശ്വസിച്ചിട്ട് ആയിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം. സോ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മലിക് സൈനിങ് ഓഫ്.